എല്ലാവർക്കും 8 നോമ്പിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ കേരള സഭയിൽ, സുറിയാനി സഭയിൽ ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന ഒരു നോയമ്പ്. അതിന്റെ പുറകിലുള്ള പല കഥകളുമുണ്ട്, ചരിത്ര കഥകളുണ്ട്. 8 നോമ്പ് കേരളത്തിലേക്ക് വരാനിടയായ സാഹചര്യങ്ങൾ, ഇതിന്റെയൊക്കെ തുടക്കം ഹീറ എന്ന് പറയുന്ന സ്ഥലം, ഇറാഖിലെ ഹീറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 6-ാം നൂറ്റാണ്ടില് അവിടുത്തെ മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഒരു ഗ്രാമത്തിനെ ഏൽക്കേണ്ടി വന്ന അതികഠിനമായ പീഡകളും, അതിനെ തുടർന്ന് അവിടെയുള്ള സ്ത്രീകൾ കൂട്ടമായി പള്ളിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച്, നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച്, അതിന്റെ ഫലമായി ആ ഭരണാധികാരി മരണപ്പെടുകയും അന്ന് തൊട്ട് ഇങ്ങോട്ട് ഈ 8 നോയമ്പ് എന്നുള്ള ഒരു സവിശേഷമായ നോയമ്പ് പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റേൺ ചർച്ചസിൽ ആചരിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാം, ഈ ഹീറ എന്ന് പറയുന്ന സ്ഥലം ഇറാഖിലാണ്. ഇറാഖിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒത്തിരി കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നായിക്കൊമൻ വന്നു, അത് ഇതിനൊക്കെ മുമ്പ് നായിക്കൊമൻ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും ഒക്കെ ഇറാഖിൽ നിന്ന് അനേകം കുടിയേറ്റങ്ങൾ കേരളത്തിലേക്ക് വന്നു. അങ്ങനെയാകാം കേരളത്തിലും ഈ പറയുന്ന 8 നോമ്പ് അതിപ്രാധാന്യത്തോടുകൂടി നമ്മളൊക്കെ ആചരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ 8 നോമ്പിന്റെ പ്രാധാന്യം നമ്മൾ ഈ ആലുവ നിവാസികൾക്ക്, അല്ലെങ്കിൽ പെരിയാറിന്റെ തീരത്ത് വസിക്കുന്നവർക്ക് അതിലൊക്കെ പ്രാധാന്യമുള്ളത് 8 നോമ്പ് നമ്മൾ അടുത്തറിഞ്ഞതാണ്. നമ്മുടെ പൂർവികർ ഇതിന്റെ മാതാവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവർക്കുണ്ടായ വലിയൊരു അനുഭവം. നമ്മുടെ ടിപ്പുവിൽ നിന്ന് നമ്മുടെ ആളുകൾ രക്ഷപ്പെട്ടത് ഇത് വെറുമൊരു കഥയല്ല. കാര്യം വെച്ചാൽ നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ ഇവിടെ വൈപ്പിനിലെ ഒരു പള്ളിയിലെ മഞ്ഞുമാതാവിന്റെ പള്ളി, മാതാവ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ടിപ്പുവിന്റെ പടയാളികൾ വന്നു. അവിടെ മഞ്ഞ് മൂടി ആ പള്ളി കാണാതായി. അങ്ങനെ ആ പള്ളിയിലുള്ളവരും പള്ളിയും രക്ഷിക്കപ്പെട്ടു. കാനൂർ ദേവാലയത്തിന്റെ കഥ നമുക്കറിയാം. ടിപ്പുവിന്റെ പടയാളികൾ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി, അവിടുന്ന് അയാൾ പരാജയപ്പെട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഭയങ്കരമായ രീതിയിൽ നമ്മുടെ സഭയില് മാതാവിനോടുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നു, 8 നോമ്പ് അനുഷ്ഠിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ കാണേണ്ടത് സാത്താനോട് മാതാവിനുള്ള ഒരു ശത്രുതയും, നമുക്ക് സാത്താനിക ബന്ധനങ്ങളിൽ നിന്ന്, സാത്താന്റെ പിണിയാളികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രക്ഷയും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന രക്ഷയുമാണ്. ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നു. 33:15 സാത്താനും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിന്നീട് വെളിപാടിൽ നമ്മൾ കാണുന്നത് സൂര്യനെ ഉടയാളിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം, അവൾ ഗർഭിണിയായിരുന്നു. പിന്നീട് ഒരു ഉഗ്ര സർപ്പത്തെ കുറിച്ചും കൂടി താഴെ പറയുന്നുണ്ട്, സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വരുന്ന സർപ്പത്തെ കുറിച്ച്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ മാതാവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നു. അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് മാതാവിനെ കാണിച്ചുകൊണ്ട് യോഹന്നാനോട് പറയാണ്, ഇതാ നിന്റെ അമ്മ. അപ്പൊ നമുക്കൊക്കെ തോന്നാം യോഹന്നാനോടാണ് പറഞ്ഞതെന്ന് തോന്നാം. പിന്നീട് താഴോട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും പറയുന്നു, യോഹന്നാനെ എന്താകുമെന്ന് പത്രോസ് കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ അവൻ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിനക്കരുത്. അതായത് ഈ യോഹന്നാൻ എന്ന് പറയുന്നത് സഭയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവസാനം വരെയും കർത്താവിന്റെ 2ാമത്തെ ആഗമനം വരെയും നിലനിൽക്കാനുള്ള സഭ. ആ സഭയ്ക്കാണ് കർത്താവ് തന്റെ മാതാവിനെ തന്നിട്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മളെ കാക്കുവാനായിട്ട് കർത്താവ് നമുക്ക് തന്നതാണ് നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിനെ. അപ്പൊ പരിശുദ്ധ ദൈവമാതാവ് നമുക്കിടയിലുണ്ടോ, നമ്മളെ രക്ഷിക്കാൻ വീണ്ടും വീണ്ടും വരുമോ എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. കാര്യം ദർശനങ്ങൾ, പരിശുദ്ധ ദൈവമാതാവ് ഈ ലോകത്തിന് തന്നിട്ടുള്ള ദർശനങ്ങൾ എത്ര ദർശനങ്ങളാണുള്ളത്. നമുക്കറിയാവുന്ന ആധികാരികമായിട്ട് സഭ അംഗീകരിച്ചിരിക്കുന്ന ദർശനങ്ങൾ ഗാഡലൂപ്പയിലെ, മെക്സിക്കോയിലെ ഗാഡലൂപ്പയിലെ മാതാവിന്റെ ദർശനം, ലാസററ്റിലെ മാതാവിന്റെ ദർശനം, ലൂർദിലെ ദർശനം, ഫാത്തിമയിലെ ദർശനം, മെക്സിക്കോയിലെ അവസാനം അത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും മെക്സിക്കോയിലെ ദർശനം 1981 വന്ന മെക്സിക്കോയിലെ ദർശനം. നമുക്കറിയാം വേളാങ്കണ്ണിയിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ അത് സഭ അതിനെ അംഗീകരിച്ചിട്ടില്ല. പിന്നീട് നമ്മുടെ സുറിയാനി സഭകളില്, പ്രധാനമായി യാക്കോബായ സഭകളിലെ മാതാവിന്റെ ഒരു വലിയ, മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിന് വലിയൊരു അടയാളമായിട്ട് പല പണികളിലും സൂക്ഷിച്ചിട്ടുള്ളതാണ് സൂനോടോ, മാതാവിന്റെ അരപ്പെട്ട. മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നേരെ തോമസ് ലീഗ അവിടെ ഇല്ലായിരുന്നു. തോമസ് ലീഗ പരിശുദ്ധാത്മാവിനാൽ അവിടെ എത്തിപ്പെട്ടപ്പോഴേക്കും മാതാവ് സ്വർഗത്തിലേക്ക് കയറി പോവുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അരപ്പെട്ട തോമസ് ലീഗയ്ക്ക് കിട്ടിയെന്നും തോമസ് ലീഗ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുവെന്നും തോമസ് ലീഗയുടെ കല്ലറയിൽ അതുണ്ടായിരുന്നു. ഇവിടുന്ന് അത് കൊണ്ടുപോയി
അതായത് ഊറ എന്ന ടർക്കിയിലുള്ള ഊറ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഹോംസ്, സിറിയയിലെ ഹോംസ് എന്ന സ്ഥലത്ത് നിന്ന് ഇഗ്നാത്തിയോസ് അർത്തയും ബർസോവും എന്നുള്ള ഒരു പാത്രിയാർക്കീസ് ബാവ ഇത് കണ്ടെടുക്കുകയും ആ സഭയിലെ അന്ത്യോക്യൻ സഭയിലുള്ള എല്ലാ പള്ളികളിലേക്കും അതിന്റെ ചെറിയൊരു അംശം കൊടുത്തു വിടുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ അനേകം പള്ളികളിൽ ഇതുണ്ട്. കോട്ടയത്തെ ചെറിയ പള്ളി, മണർകാട് പള്ളി, അങ്കമാലി സുനൂറ പള്ളി, മാർത്തമറി വലിയ പള്ളി, കോതമംഗലം പള്ളി, ഇവിടെയെല്ലാം മാതാവിന്റെ അരപ്പട്ടയുടെ ഒരു ചെറിയ ഭാഗം സൂക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കീഴിൽ മാതാവ് വസിക്കുന്നു. നമുക്കിത് അനുഭവമുള്ളതാണ്, കേരള സഭയ്ക്ക് പ്രത്യേകിച്ച്. പിന്നീട് ഈ മാതാവിന്റെ ദർശനങ്ങളുടെ എല്ലാം ഒരു പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസരാഹിത്യം ഉണ്ടാകുമ്പോൾ ഒക്കെയാണ് മാതാവിന്റെ ദർശനങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് വർഷങ്ങളെടുത്ത് പരിശോധിച്ചാൽ തന്നെ എല്ലാവരും 50 വർഷത്തിന്റെ ഇടവേളകളൊക്കെയാണ് മാതാവിന്റെ ദർശനത്തിന് ഉണ്ടായിരിക്കുന്നത്. 1981 അവസാന ദർശനം ബജ്ജുഗോരയിൽ ഉണ്ടായതിനു ശേഷം ഏതാണ്ട് 50 വർഷമാകുന്നു. ഈ അടുത്ത ദർശനം വരാനുള്ള സമയമായി. കാര്യം വിശ്വാസരാഹിത്യം ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് വിശ്വാസരാഹിത്യം. അമേരിക്കയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വോക്ക് മൈൻഡ് വൈറസ്. അതായത് നവോത്ഥാന ചിന്താഗതി ആയതുകൊണ്ട് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ മാതാവിന്റെ ദർശനം എത്രയോ ഉത്തമമായിരിക്കും. അപ്പൊ നമുക്കൊരു വലിയ വിളിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലും ഇപ്പൊ കേരള സഭയെ നോക്കി, ക്രിസ്ത്യാനി സഭയെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെമ്പാടും വളർന്ന് പന്തലിച്ച് ലോകത്തിന് മുഴുവൻ ദീപമായിട്ട്, ലോകത്തിന് മുഴുവൻ വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു സഭയായിട്ട് നമ്മുടെ സുറിയാനി സഭ മാറിക്കഴിഞ്ഞു. അപ്പൊ സുറിയാനി സഭയ്ക്ക് മാതാവിന്റെ ഒരു ദർശനം എന്തുകൊണ്ടും അഭികാമ്യമാണ്. മാതാവ് നമുക്ക് ദർശനം തരട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.